ദുഃഖവെളിയിലെ ആ വേദനകൾക്കൊക്കെ ശേഷം വരുന്ന ഈസ്റ്റർ ഞായർ അത് കഷ്ടപ്പാടുകൾക്കൊടുവിൽ സന്തോഷത്തിൻ്റെ ഒരു പുലരിയിലേക്ക്, സ്നേഹത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ, സമാധാനത്തിൻ്റെ പുലരിയിലേക്ക് വിശ്വാസികളെ ക്ഷണിക്കുകയാണ്. ഇപ്പോൾ കാക്കനാട് മൗണ്ട് സെൻറ്റ് തോമസ് ദേവാലയത്തിൽ നിന്ന് അനൂപ് ദാസ് കൂടി ചേരുന്നുണ്ട്. അനൂപ്, വിശ്വാസി സമൂഹം വലിയ തോതിൽ ഒഴുകിയെത്തുകയാണ് ദേവാലയങ്ങളിലേക്ക്. ഇപ്പോൾ അവിടെ എങ്ങനെയാണ് ശുശ്രൂഷകളൊക്കെ പുരോഗമിക്കുന്നത്? ഉയിർപ്പ് തിരുനാളിന്റെ കർമ്മങ്ങൾ രാത്രി 11:30 ആരംഭിച്ചത്. ആദ്യം പ്രാർത്ഥനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷണിക്കപ്പെട്ട 40 പേർക്ക് മാത്രമാണ്, 40ഓളം പേർക്ക് മാത്രമാണ് ഇവിടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് അനുമതിയുള്ളത്. ഇത് സിറോ മലബാർ സഭ ആസ്ഥാനമാണ്. ഇവിടെ അകത്തുള്ള ചാപ്പലിലാണ് ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രാർത്ഥന കഴിഞ്ഞാൽ താഴെയുള്ള കുരിശടി വരെ പ്രാർത്ഥനയോടുകൂടി ഒരുമിച്ച് ഇവിടെയുള്ള വിശ്വാസികൾ നീങ്ങും. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഈസ്റ്റർ ദിന സന്ദേശം ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ കട്രി പിതാവ് നൽകും. അതിനുശേഷം കുർബാനയാണ്. ഇത്രയാണ് ഇന്നത്തെ ചടങ്ങുകൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഉയിർപ്പ് തിരുനാളിന്റെ ചടങ്ങുകളെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഉത്ഥാനത്തിന് നാം സാക്ഷികളാവുകയാണ്. നമ്മുടെ ജീവിതങ്ങളിലൂടെ നമ്മുടെ വിജയിലേക്ക് മടങ്ങിപ്പോയി ബുദ്ധിതന്റെ കൃപയിൽ വീണ്ടും നവമായി ജീവിതത്തിൽ വീണ്ടും തുടർന്നുള്ള അനുഗ്രഹങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഏവർക്കും ഈസ്റ്ററിൻ്റെ എല്ലാ മംഗളങ്ങളും സന്തോഷവും നേരുന്നു. അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ജ്ഞാനസ്നാനം ജനാസ്വാദവും ജ്ഞാനസ്നാനം ഈ കസഹാരാത്രിയിൽ യേശുവിന്റെ ഉദ്ധാനം വഴി നമുക്ക് ലഭിക്കുന്ന പുതുജീവനെ അനുസ്മരിച്ചുകൊണ്ട് ജ്ഞാനസ്നാന ജലം ആസ്വദിക്കുകയും താം ഓരോരുത്തരും ഏറ്റെടുത്ത ജ്ഞാനസ്നാനവ്രത വാഗ്ദാനം നവീകരിക്കുകയുമാണ് നാം ഇപ്പോൾ ചെയ്യുന്നത്. അതിന് മുന്നോടിയായി സകല വിശുദ്ധരോടുമുള്ള ലുത്തിനിയ ഭക്തിപൂർവ്വം നമുക്ക് ഏറ്റുപാടാം.
പെസഹാകാലമായതുകൊണ്ട് ലുത്തിനിയ പാടുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. അതിലേറെ വർദ്ധിച്ചു. അങ്ങനെ പാപം മരണത്തിലൂടെ ആധിപത്യം പുലർത്തിയതുപോലെ കൃപ നിത്യജീവനിലേക്ക് നീതി വഴി നമ്മുടെ കർത്താവായ ഈശോ മിശിഹായിലൂടെ ആധിപത്യം പുലർത്തും. ആകയാൽ നാം എന്താണ് പറയേണ്ടത്? കൃപ സമൃദ്ധമാകുവാൻ വേണ്ടി പാപത്തിൽ തുടരണമെന്നോ? ഒരിക്കലും അരുത്. പാപത്തിന് മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നതെങ്ങനെ? ഈശോ മിശിഹായിലേക്ക് മാമോദീസ സ്വീകരിക്കപ്പെട്ട നാം എല്ലാവരും അവന്റെ മരണത്തിലേക്കാണ് മാമോദീസ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അങ്ങനെ മരണത്തിലേക്കുള്ള മാമോദീസ